കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി പാട്ടും കഥയും എന്ന പരിപാടി നടത്തി. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാനും കവിയുമായ പ്ലാക്കാട് ശ്രീകുമാറാണ് കുട്ടികൾക്ക് പാട്ടും കഥയും എന്ന പരിപാടി അവതരിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 21-ാം തീയതി ആരംഭിച്ച് മെയ് 21-ന് അവസാനിക്കുന്ന വായനാക്കളരിയുടെ 5ാം ദിനത്തിലാണ് പരിപാടി നടന്നത്. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനം എന്നാണ്? ജൂൺ 19. എന്താ വായനാ ദിനത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാ നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ്. എന്ന് ഏപ്രിൽ 19? ജൂൺ 19. ജൂൺ 19 വായനാ ദിനമാണ്. എന്ന് മുതൽ ആചരിച്ചു തുടങ്ങിയേ? നിങ്ങൾ ഈ സ്കൂളിൽ പഠനോത്സവമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇതൊക്കെ എഴുതി വെക്കുന്നതാണല്ലോ. കൂടുതൽ എല്ലാവരും പ്ലക്കാർഡുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കും ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ഇവിടെ ഞാനിവിടെ കാര്യം പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സമയം തരാം സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ. കുറച്ച് നേരം എന്നെ ശ്രദ്ധിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ പറ്റുമോ? നമ്മൾ ആ കുറച്ച് നേരമല്ലേ ഇരിക്കുന്നുള്ളൂ അല്ലേ? നമ്മൾ ആ ഇരിക്കുന്ന സമയം നമ്മുടെ മൈൻഡിനെ അവിടെ കൊണ്ട് നിർത്തുക. അപ്പം ഞാൻ ചോദിച്ചു വന്നത് നിങ്ങൾ പറഞ്ഞില്ലേ, എന്ന് മുതലാണ് നമ്മളിത് ആചരിക്കാൻ തുടങ്ങിയേ? 1996 മുതലാണ് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ മൈൻഡിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. നിങ്ങൾക്കത് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് അത് പ്രയോജനപ്പെടും കേട്ടോ. ഇപ്പം ഞാനെന്നല്ല, ഇവിടെ ആര് വന്നാലും നമ്മൾക്ക് അഥവാ വിട്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഒരു നോട്ട്ബുക്ക് കൊണ്ട് വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. അങ്ങനെ കുറിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഇപ്പോഴല്ലെങ്കിൽ പിന്നീടായാലും അത് പ്രയോജനം ചെയ്യും. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതൊക്കെ അറിയാം. അതാരാ പറഞ്ഞേ? അപ്പം നിങ്ങൾ നല്ല പിള്ളേരല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ഉറക്കെ പറയണം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾ നല്ല കുട്ടികളാണ്. പക്ഷെ ഇങ്ങനെ മൂടി ഇരുന്നാൽ പറ്റത്തില്ല. നമ്മളെ കാര്യങ്ങൾ നമ്മളിൽ ഉള്ളിലുള്ളത് ശരിയായാലും തെറ്റായാലും നമ്മൾ ഉറക്കെ പറയണം കേട്ടോ. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? തെറ്റ് തിരുത്താൻ പറ്റൂ. തെറ്റ് പറയുന്നത് നമ്മൾ അറിയണ്ടേ? നിങ്ങൾ പറഞ്ഞ തെറ്റാണോ ശരിയാണോ എന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് തിരുത്താൻ പറ്റൂ. ശരിയല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റായാലും ശരിയായാലും ഉറക്കെ പറയുക. തെറ്റാണെങ്കിൽ നമുക്കവിടെ തിരുത്താം. നമുക്ക് വേറൊന്നും സംഭവിക്കില്ലല്ലോ. നമ്മളവിടുന്ന് ഇറക്കി വിടില്ല, നമ്മളെ കൊല്ലില്ല, ഒന്നും ചെയ്യില്ല. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, നമ്മൾ ശരിയാക്കൂലേ? ഒരു തവണ തെറ്റി അടുത്ത തവണ നമ്മൾ എന്ത് ചെയ്യും? ശരിയാക്കും. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വായിച്ചാൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്ന് മുതൽ ആചരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ വന്നു കാണും, സാറും പറയും. എന്നിരുന്നാൽ കൂടിയും നിങ്ങളോടൊപ്പം ഇവിടെ ഒന്ന് കുറച്ച് നേരം എനിക്കൊന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. ഇനി ഒരു പാട്ടും കൂടെ, ചെറിയൊരു പാട്ട് കൂടി ഈ ഒരു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. ബോറടിക്കുന്നു എങ്കിൽ ക്ഷമിക്കുക. അവിടെ ആൾക്കാർ വേറെ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. ശരി, നിങ്ങൾക്ക് നാടൻ പാട്ട് ഇഷ്ടമാണോ? ഇപ്പം എല്ലാവർക്കും ശബ്ദം വന്നു. എല്ലാവരും പാട്ട് ഇഷ്ടപ്പെടുന്നവരാണോ? ഇവരാണ് മിണ്ടാതിരുന്നത്. ആണല്ലേ? അപ്പം നാടൻ പാട്ടിന് ക്ലാസ്സൊക്കെ ഇട്ടിട്ടിരിക്കുക അല്ലേ? നന്നായിട്ട് പാടുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം. ആണോ? ശരി, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. നാടൻ പാട്ടെന്ന് പറയുന്നത് കേട്ട് നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ് അല്ലേ? സംഗീതം പഠിച്ചവർക്ക് മാത്രമേ പാടാൻ പറ്റുന്നല്ലോ ഉണ്ടോ? ഇല്ല, നമ്മളെല്ലാവരും കഴിവുള്ളവരാണ്, നമ്മളെല്ലാവരും പാടുന്നവരാണ്. ശരിയല്ലേ? സംഗീതം പഠിക്കുന്നുണ്ടോ? ശരി. രാരിക്കൻ രാരോ രേരിക്കം രേരേരോ, രാരിക്കൻ രാരോ രേരിക്കം രേരേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടിയേ, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടിയേ.
കേട്ടിട്ടുണ്ടോ പാട്ട്? ഇല്ല? ചുമ്മാ കുറച്ച് പേരെങ്കിലും കേട്ട് കാണും. അപ്പം അതൊരു എന്താണ് സംഭാഷണമാണ്, രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണമാണ്. മഴ പെയ്യുമ്പോഴേ നമ്മൾ പുട്ടിൽ ചൂടരുതോ, ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോകരുതോ, രാരിക്കൻ രാരോ രേരിക്കം രേരേരോ, രാരിക്കൻ രാരോ രേരിക്കം രേരേരോ. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ചു. പ്ലാവല കൊണ്ട് തൊപ്പി ഉണ്ടാക്കണമെന്ന്. ആരൊക്കെ തൊപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്? തൊപ്പി ഉണ്ടാക്കിയാൽ ഇങ്ങോട്ട് വന്നേ. തൊപ്പി ഉണ്ടാക്കിയ തൊപ്പിയായിട്ട് ഇങ്ങോട്ട് വന്നേ, നോക്കട്ടെ. സമയമില്ല, പെട്ടെന്ന് വാ. തൊപ്പി ഉണ്ടാക്കിയത് മാത്രം. തൊപ്പി ഉണ്ടാക്കിയത് വാ. അശ്വതി ഉണ്ടാക്കിയ തൊപ്പി. ആ തൊപ്പി തലയിലൊന്ന് വെച്ചേ, നോക്കട്ടെ, കൊള്ളാമെന്ന് നോക്കട്ടെ. തിരിച്ച് കിടക്കേ. ഒന്ന് ഈ തല ഫ്രണ്ട് കയറട്ടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലയുടെ അളവിലല്ല തൊപ്പി ഉണ്ടാക്കിയത്, ഏതോ ഒരു കൊച്ചിൻ്റെ തലയുടെ അളവ്, അങ്ങനല്ലേ? അപ്പോൾ ഈ തൊപ്പിക്ക് ഒന്ന് രണ്ട് പ്രത്യേകത വീണ്ടും ഉണ്ടല്ലേ? എന്താ? ഈ തൊപ്പി റൗണ്ട് ചെയ്ത് പ്ലാവലം കൊണ്ട് മറച്ച് തൊപ്പി ഉണ്ടാക്കും. എന്താണ് അറിയാമോ? ഇത് മൊത്തം കവർ ചെയ്ത് പ്ലാവലം കൊണ്ട് കവർ ചെയ്യും. അതാണ് പോലീസ്. കേട്ടിട്ടുണ്ടോ? ഈ ഒരു തൂവൽ വയ്ക്കുന്നതാണ് SI. ഈ 2-3 തൂവൽ വയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. നിങ്ങളത് പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? ശ്രീ ഒരു 3 ബോക്സ് പേനയെടുത്ത് 3 ബോക്സ് ഇത് ഇവർക്ക് സമ്മാനം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല? ഇവിടെ ഉണ്ട് ശ്രീതാകെ. ആശ ടീച്ചർ തന്നെ സമ്മാനം കൊടുത്ത ടീച്ചറെ ഈ 3 പേർക്ക്. മോളെ പേരെന്താ? ശ്രീനന്ദ സമ്മാനം മേടിച്ചിരിക്കുക. അർച്ചന. മോൻ്റെ പേരെന്തോ? അഭിനന്ദും സമ്മാനം മേടിക്കാൻ പോവുക. ഇതാരും പ്രതീക്ഷിച്ചില്ല അല്ലേ? അപ്പോൾ നിങ്ങളെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം വേദികൾ നമ്മളിവിടെ നടത്തുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ പാട്ട് പാടുന്ന കുട്ടികൾക്കും സമ്മാനങ്ങളുണ്ടാവും. ആരെങ്കിലും സിനിമ കാണാൻ താല്പര്യമുള്ള, തിയേറ്ററിൽ പോയി സിനിമ കാണാൻ താല്പര്യമുള്ള കൈ വയ്ക്കേ. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ താല്പര്യമുള്ള കൈ നല്ലോണം പൊക്കുന്നെങ്കിലേ പോകത്തുള്ളൂ. ആ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ പേരൊന്ന് കുറിച്ച്. ആരെങ്കിലും ഉണ്ടോ? തിയേറ്ററിൽ പോയി സിനിമ കാണാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൈ താത്തിട്ടെ, എല്ലാവരും താത്തിട്. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ താല്പര്യമില്ലാത്തവർ കൈ വയ്ക്കേ. താല്പര്യമില്ലാത്തവർ. ഇപ്പോൾ എല്ലാവർക്കും സിനിമ കാണാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ പരിപാടി അവസാനിക്കുന്ന ദിവസത്തിന് മുമ്പ് ഒരു ദിവസം നമ്മൾ പുതിയ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകും. അത് ഏത് ദിവസമാണെന്ന് തലേ ദിവസം അറിയിക്കുന്നതാണ്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N ശ്രീകണ്ഠൻ നായർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് കവി പ്ലാക്കാട് ശ്രീകുമാർ കുട്ടികൾക്ക് പാട്ടും കഥയും എന്ന പരിപാടി അവതരിപ്പിച്ചു. അച്ഛനും അമ്മയാകുന്ന പുസ്തകത്തെ വായിക്കുന്ന ഇങ്ങനെ അവർ രാവിലെ ഉണ്ടായിക്കൊള്ളാം, എന്ത് ചെയ്യുന്നു, എപ്പോൾ ഉണരുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ? നിങ്ങളപ്പോഴും ഉറക്കമല്ലേ? അച്ഛനും അമ്മയും എപ്പോൾ ഉണരുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇച്ചിരി വായിച്ചിട്ടുണ്ട്. അവരെന്തൊക്കെ ജോലികൾ ചെയ്യുന്നു എന്ന് കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ ചെയ്യും ഒന്ന് പറഞ്ഞു. അമ്മ രാവിലെ എന്ത് ചെയ്യാറുണ്ട്? ചായ ഇടും, ദോശ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ അച്ഛനോ രാവിലെ അങ്ങ് എഴുന്നേറ്റ് പോകും. പല്ല് തേക്കും, കുളിക്കും അല്ലേ? അച്ഛൻ തിന്നായിരിക്കുമ്പം അമ്മ എന്ത് ചെയ്യും? തിന്നാനുള്ളത് കൊണ്ട് കൊടുക്കും. അച്ഛൻ്റെ ജോലി എപ്പോഴെന്തുവാ? രാവിലെ തിന്നുക എന്നുള്ളല്ലേ അച്ഛൻ്റെ ആദ്യത്തെ ജോലി. അപ്പോൾ അതിനു മുമ്പ് അതെല്ലാം ഒരുക്കേണ്ടതാരാണ്? അപ്പോൾ ഏറ്റവും വലിയ ജോലി ചെയ്യുന്ന ആരാ? അമ്മ. അമ്മ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെ?
അടുക്കളയിൽ. അപ്പോൾ ഏറ്റവും നല്ല ജോലി സ്ഥലം എവിടെ? അടുക്കള. അപ്പോൾ ഏറ്റവും നല്ല ജോലി ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിയാണ്. ആ ജോലി ചെയ്യുന്ന സ്ഥലം അടുക്കളയാണ്. ഏറ്റവും പുണ്യസ്ഥലം. പൂജാമുറിയൊന്നുമല്ല കേട്ടോ. അടുക്കളയാണ് ഏറ്റവും പുണ്യമായ സ്ഥലം. നിങ്ങൾക്കിതിൽ എന്തൊക്കെ അറിയാം? ചായ ഉണ്ടാക്കാൻ അറിയാമോ? കാപ്പിയുടെ അറിയാം. കാപ്പി ഇട്ടിട്ട് അതിനകത്ത് പിന്നെ പഞ്ചസാര ഇടുമോ ഉപ്പിടുമോ? പഞ്ചസാര തന്നെയാണോ? ഉപ്പിടത്തില്ല. അപ്പം അറിയാം അല്ലേ? പഞ്ചസാര ഇടാതെ കാപ്പി കുടിക്കുന്നവരില്ലേ? അതാരാ അത്? ആ, ഷുഗർ ഉള്ളവരല്ലേ? അതൊക്കെ അറിയാം. എന്നാലേ നമ്മൾ ആദ്യം വായിച്ച് പഠിക്കേണ്ടുന്ന പുസ്തകമാണ് അച്ഛൻ. ഇനിയും നിങ്ങൾ അച്ഛൻ എന്തെടുക്കുന്നു, അമ്മ എന്തെടുക്കുന്നു, അച്ഛൻ എന്ത് ജോലിക്ക് പോകണമെന്ന് അറിയാവുന്ന ആരൊക്കെ ഉണ്ട്? അവരവരുടെ അച്ഛൻ എന്ത് ജോലിക്കാണ് പോകണമെന്ന് അറിയാവുന്നവരുണ്ടോ? എല്ലാം അറിയണം കേട്ടോ. അച്ഛൻ എങ്ങനെയാണ് ഈ പൈസ കൊണ്ട് വരുന്നത്, നമുക്ക് പാഠപുസ്തകം വാങ്ങാൻ, ഉടുപ്പ് വാങ്ങാൻ ഈ പൈസ എങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരുന്നു, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ അച്ഛനെ വായിക്കുന്നത് കേട്ടോ. അച്ഛനെയും അമ്മയും നമ്മൾ വായിച്ചാൽ നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകമൊക്കെ വായിക്കാൻ വളരെ എളുപ്പം, പെട്ടെന്ന് മനസ്സിലാവും, എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പുസ്തകം. ആ അമ്മ നമ്മളെ കുട്ടിക്കാലത്തെ എന്തുമാത്രം സൂക്ഷിച്ചാൽ നമ്മളെ വളർത്തിയെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേ അടുത്തെവിടെയെങ്കിലും പക്ഷികൾ ചിലച്ചാൽ പോലും നമ്മൾ ഉണരാതിരിക്കണേന്ന് അമ്മയുടെ പ്രാർത്ഥന. അപ്പം അമ്മയുടെ ഉള്ളിൽ തോന്നുന്നൊരു ചിന്ത എന്താണെന്നറിയാമോ? കുയിലിനോട് പറയും അമ്മ, ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. കണ്ട, ഇങ്ങനെ അമ്മ നോക്കിയത്. ഒരു കുയിൽ ഇറക്കെ ഇരുന്ന് കൂവിയ എൻ്റെ മോൻ ഉണരും, എൻ്റെ മോൾ ഉണരും. അതുകൊണ്ട് നീ കൂകുന്നത് ഒച്ച താഴ്ത്തി പാടണം കേട്ടോ. പിന്നെ നമ്മൾ ഉണർന്നാലോ ഉറക്കം നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി അമ്മ പറയും, ഒന്നിനി തിരി താഴ്ത്തുക ശാരദ നിലാവേ, എൻ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന് നമ്മളെ ഉറക്കാൻ വേണ്ടി അമ്മ പറയും. എന്നിട്ട് താരാട്ട് പാട്ട് പാടും അല്ലേ? എങ്ങനെ ഈ താരെന്ന് വെച്ചാൽ പൂവെന്ന്, നമ്മുടെ തൊടയിൽ ഇങ്ങനെ പൂവ് വെച്ച് തട്ടുന്നതാണെങ്കിൽ തട്ടി 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 പാടും. അതാണ് താരാട്ട് പാട്ട്. അല്ല, ഉറക്കപ്പാടിയാൽ നമ്മൾ ഉറങ്ങൂ? ഇല്ല, പയ്യെ താളത്തിൽ തട്ടി ആ താളം വരുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നത്. അറിയാതെ ഉറങ്ങിപ്പോവും. ഒരേ താളത്തിൽ തട്ടിക്കേണ്ടിരുന്നു. പൂവ് വന്ന് തട്ടുന്നത് പോലെ അമ്മ തട്ടും. പൂവിന് താരെന്ന് പേരുണ്ട്, അതുകൊണ്ട് അതിന് താരാട്ട് പാട്ടെന്ന് പറയും. അങ്ങനെയുള്ള താരാട്ട് പാട്ടുമൊക്കെ പാടി നമ്മളെ രസിപ്പിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ നമ്മൾ വലുതാകുമ്പം പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് താരാട്ട് പാടി കൊടുക്കണം അല്ലേ? അതോ എവിടെയെങ്കിലും കൊണ്ട് കളയോ? ഇല്ല. അപ്പം നിങ്ങളെ വളർത്തിയതുപോലെ ഭാവിയിൽ അവരെ നോക്കണം. ഇനി ഞാനൊരു കഥ പറയാം. ഒരമ്പലത്തിൻ്റെ മുകൾ തട്ടിലെ ആരും കാണാതെ ഇങ്ങനെ ഓട് പാകിയിരിക്കുന്ന മൂലയ്ക്ക് നിങ്ങൾ അവസാനം ഈ കഥ നിങ്ങൾ പറയണം. കുറേ പക്ഷികൾ, ഒരമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും അതിൻ്റെ കുട്ടികളും ഒക്കെ ഇങ്ങനെ കൂടുകൂട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാണാം, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ ഈ അമ്പലം പൊളിച്ചിട്ട് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ പൊളിച്ച് വന്നപ്പോൾ ഈ പക്ഷികൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവരെല്ലാവരും കൂട്ടത്തോടെ പറന്ന് കുറച്ചപ്പുറത്തൊരു പള്ളി ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം പള്ളി, മോസ്ക്. അതിൻ്റെ മേളിൽ ആരും കാണാത്ത കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു.
അവിടെ കയറി അങ്ങിരുന്ന് സുഖമായിട്ട് സന്തോഷമായി അവർക്ക്. ഇപ്പോൾ ശല്യമില്ല. അങ്ങനെ അവിടെ കുറച്ച് ആളിരിക്കുമ്പോൾ കാണാം അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാരെല്ലാവരും കൂടെ ആൾക്കാരോട് പറഞ്ഞു, നമുക്ക് ഈ പള്ളി ഒരുപാട് പഴകിപ്പോയി, ഇത് പൊളിച്ചിട്ട് മനോഹരമായൊരു പള്ളി പണിയാം. അങ്ങനെ പള്ളി പണിയാൻ വേണ്ടി പൊളിച്ചു വന്നപ്പോൾ നമ്മുടെ അമ്മപ്പക്ഷിയും കുഞ്ഞുങ്ങൾക്കും അവിടെ നിന്ന് പോകണ്ടേ, അവർ പറന്ന് പോയി നോക്കിയപ്പോൾ കാണാം ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ട്. അതിൻ്റെ മേളിൽ ഇതേപോലെ ഇരുന്ന് കുറച്ച് കാലം താമസിക്കാൻ പറ്റുന്ന നല്ല സ്ഥലം. ക്രിസ്ത്യൻ പള്ളിയുടെ മേളിൽ കയറി അവരെല്ലാവരും കുറേ കാലം ഇങ്ങനെ താമസിച്ചു. അപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ അതും പൊളിക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് ഇവരിനി എങ്ങോട്ട് പോകും? അവരിങ്ങനെ പറന്നലഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇല്ലേ, ആദ്യം അവരിരുന്ന അമ്പലം ഉണ്ടല്ലോ, അത് പണി തീർന്ന് മനോഹരമായൊരു ഗോപുരം മുകളിൽ, ആ ഗോപുരത്തിൻ്റെ മേളിൽ അവരെല്ലാവരും കൂടെ വന്ന് താമസമായി കേട്ടോ. അങ്ങനെ ഒരു ദിവസം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബഹളം താഴെ, അമ്പലത്തിൻ്റെ താഴെ കുറേ ആൾക്കാരിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയോ, ഇനി എന്താണ്, ഇതെങ്ങാനും പൊളിക്കാൻ പോവാണോ? നോക്കിയപ്പോൾ അല്ല. അമ്മ പക്ഷി ശ്രദ്ധിച്ചപ്പോഴേ അതിനകത്ത് കുറേ ആളുകൾ തമ്മിൽ അങ്ങോട്ടും അടിയും കുത്തും ബഹളവും ഒക്കെ നടത്തുകയാണ്. അപ്പോൾ കൊച്ചു പക്ഷി വിളിച്ച്, എന്താ അമ്മ ഇത്? അത് മക്കളെ, നമ്മൾ ഈ ആദ്യം താമസിച്ചിരുന്നിരുന്ന ഈ അമ്പലമില്ലേ, ഈ അമ്പലത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഹിന്ദുക്കളെന്ന് പറയും. നമ്മൾ രണ്ടാമത് താമസിക്കാൻ പോയില്ലേ, അവിടുത്തെ ആളുകളെ മുസ്ലിങ്ങളെന്ന് പറയും. മൂന്നാമത് താമസിക്കാൻ പോയ പള്ളിയിലെ ആളുകളെ ക്രിസ്ത്യാനികളെന്നും പറയും. അവർ 3 പേരും കൂടെ അവരുടെ മതത്തിൻ്റെ പേര് കിടന്ന് തല്ലുക. മനസ്സിലായോ? അപ്പോൾ ഈ കൊച്ചു പക്ഷികളൊരു ചോദ്യം ചോദിക്കുക. അവർ ചോദിക്കുക, അവർക്ക് അത്ര അറിഞ്ഞൂടാ, അമ്മേ നമ്മൾ എത്ര കാലം കൊണ്ടേ ഈ അമ്പലത്തിൽ ഈ ഗോപുരത്തിൽ താമസിക്കുന്നു, നമ്മൾ ഹിന്ദുക്കളായ നമ്മൾ ഹിന്ദു പക്ഷികളായ ഇല്ല. പിന്നെ നമ്മൾ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കുറച്ചാൾ താമസിച്ചില്ലേ, എന്നിട്ട് നമ്മളെ ആരും ക്രിസ്ത്യാനികളെന്ന് വിളിച്ചില്ലല്ലോ. പിന്നെ നമ്മൾ മുസ്ലിം പള്ളിയിൽ പോയി താമസിച്ച്, അപ്പോഴും നമ്മൾ മുസ്ലിം പക്ഷികളായില്ല. പിന്നെന്താ ഈ മനുഷ്യരിങ്ങനെ ഹിന്ദുക്കളാണെന്നും ക്രിസ്ത്യാനികളാണെന്നും മുസ്ലിങ്ങളാണെന്നും പറഞ്ഞ് തല്ലുകൂടുന്നത്? കഥ തീർന്നു, കഥ അവസാനിച്ച്. എന്താണ് ഈ കഥയെ നിങ്ങൾ മനസ്സിലായത്? ജാതി മതം ഉണ്ടായല്ലേ? ആർക്കാ ജാതി മതമൊക്കെ ഉണ്ടായേ? മനുഷ്യർക്ക്. വേറെ ആർക്കെങ്കിലും ഉണ്ടായോ? ഇല്ല. അപ്പം ഈ ജീവികളിൽ വെച്ച് കൊള്ളാത്ത ജീവിയാണ് ആര്? മനുഷ്യർ. എന്തുകൊണ്ടാണ് കൊള്ളാത്ത? മനുഷ്യന് മാത്രമേ ഉള്ളൂ ജാതി, മനുഷ്യന് മാത്രമേ ഉള്ളൂ മതം. ആ മനുഷ്യൻ മാത്രമാണ് കിടന്ന് തമ്മിത്തല്ലുന്നത്. ഇങ്ങനെ പിടിക്കണം കേട്ടോ, ഇത് ഇവിടെ വരണം, ഇങ്ങനെ നിൽക്കണം. അങ്ങോട്ടാക്കുമ്പോഴാണ് ഊത്ത് വരുന്നത്. നീ കേട്ടോ, അങ്ങേ മലമേൽ അങ്ങേ മലമേലെന്തുണ്ടെന്തുണ്ട് 60 മരമുണ്ട് 60 മരമുണ്ട് 60 അങ്ങേ മലമേലെന്തുണ്ടെന്തുണ്ട് 60 മരമുണ്ട് 60 മരമുണ്ട് 60 മരമേലെന്തുണ്ടെന്തുണ്ട് 60 കൊമ്പുണ്ട് 60 കൊമ്പ് 60 കൊമ്പേലെന്തുണ്ടെന്തുണ്ട് 60 കിളിയുണ്ട് 60 കിളിയുണ്ട് 60 കിളിയേലെന്തുണ്ടെന്തുണ്ട് 60 കൂടുണ്ട് 60 കൂടുണ്ട് 60 കൂടേലെന്തുണ്ടെന്തുണ്ട് 60 മുട്ട
അങ്ങേ മലമേലെന്തുണ്ടെന്തുണ്ട് 60 മരമുണ്ട് 60 മരമുണ്ട് 60 മരമേലതെന്തുണ്ടെന്തുണ്ട് 60 കൊമ്പുണ്ട് 60 കൊമ്പേലെന്തുണ്ടെന്തുണ്ട് 60 കിളിയുണ്ട് 60 കിളിയുണ്ട് 60 കിളിമേലതെന്തുണ്ടെന്തുണ്ട് 60 കൂട് 60 കൂടേലെന്തുണ്ടെന്തുണ്ട് 60 മുട്ട മലമേലെന്തുണ്ടെന്തുണ്ട് 60 മരമുണ്ട് 60 മരമുണ്ട് 60 മരമേലെന്തുണ്ടെന്തുണ്ട് 60 കൊമ്പുണ്ട് 60 കൊമ്പുണ്ട് 60 കൊമ്പിലെന്തുണ്ടെന്തുണ്ട് 60 കിളിയുണ്ട് 60 കിളിയുണ്ട് 60 കിളിയിലെന്തുണ്ടെന്തുണ്ട് 60 കൂടുണ്ട് 60 കൂടുണ്ട് 60 കൂടിലെന്തുണ്ടെന്തുണ്ട് 60 കിളിമുട്ട 60 മുട്ടയിലെ കിളിമുട്ട. അതുകൊണ്ട് പറയാം 60 കിളിമുട്ട 60 മുട്ടയിൽ അത് പറയാം 60 മുട്ടയിലെന്തുണ്ടെന്തുണ്ട് 60 കുഞ്ഞുണ്ട് 60 കുഞ്ഞിലെന്തുണ്ടെന്തുണ്ട് 60 തളിരുണ്ട് 60 തളിരുണ്ട് 60 തളിരിനതെന്തുണ്ടെന്തുണ്ട് 60 അങ്ങേ മലമേലെന്തുണ്ടെന്തുണ്ട് 60 മരമുണ്ട് 60 മരമുണ്ട് 60 മരമേലെന്തുണ്ടെന്തുണ്ട് 60 കൊമ്പുണ്ട് 60 കൊമ്പുണ്ട് 60 കൊമ്പേലെന്തുണ്ടെന്തുണ്ട് 60 കിളിയുണ്ട് 60 കിളിയുണ്ട് 60 കിളിയേലെന്തുണ്ടെന്തുണ്ട് 60 കൂടുണ്ട് 60 കൂടും 60 കൂടേലെന്തുണ്ടെന്തുണ്ട് 60 മുട്ട 60 മുട്ടയിൽ 60 മുട്ടയിലെന്തുണ്ടെന്തുണ്ട് 60 കുഞ്ഞുണ്ട് 60 കുഞ്ഞുണ്ട് 60 കുഞ്ഞേലെന്തുണ്ടെന്തുണ്ട് 60 തളിരുണ്ട് 60 തളിരുണ്ട് 60 തളിരിലെന്തുണ്ടെന്തുണ്ട് കിളിപാടും കാവുകളല്ലോ പഴമ്പാട്ടിൻ പയ്യാരം കിളിപാടും പാട്ടുകളല്ലോ വയനാട്ടിൻ തയ്യാരം കിളിപാടും പാട്ടുകളല്ലോ പഴമ്പാട്ടിൻ പയ്യാരം കിളിപാടും പാട്ടുകളല്ലോ വയനാട്ടിൻ തയ്യാരം മൊഴിയായി ഉറഞ്ഞു പരന്നു പഴമ്പാട്ടിൻ പയ്യാരം മൊഴിയായി ഉറഞ്ഞു പരന്നു വയനാട്ടിൻ പയ്യാരം മൊഴിയായി ഉറഞ്ഞു പരന്നു പഴമ്പാട്ടിൻ പയ്യാരം മൊഴിയായി ഉറഞ്ഞു പരന്നു വയനാട്ടിൻ തയ്യാരം മരമെരിക്കല്ലേ ഞങ്ങളുടെ മനമെരിക്കല്ലേ മരമെരിക്കല്ലേ ഞങ്ങളുടെ മനമെരിക്കല്ലേ മരമെരിക്കല്ലേ ഞങ്ങളുടെ മനമെരിക്കല്ലേ മരമെരിക്കല്ലേ ഞങ്ങളുടെ മനമെരിക്കല്ലേ മഴമുറിക്കല്ലേ ഞങ്ങളുടെ പുഴകരിക്കല്ലേ മരമരിക്കല്ലേ ഞങ്ങളുടെ പുഴവരിക്കല്ലേ മഴമുറിക്കല്ലേ ഞങ്ങളുടെ പുഴകരിക്കല്ലേ മഴമരിക്കല്ലേ ഞങ്ങളുടെ പുഴവരിക്കല്ലേ ഞങ്ങളുടെ പുഴകരിക്കല്ലേ ഞങ്ങളുടെ പുഴവരിക്കല്ലേ ഗഗമമ്മ പപ്പ പപ്പ സസ സസ നിന്നി സ സ സ സ സാരസംകൃത പമകരിമേളം സാന്ദ്രമധുരിമമായൊരു മേളം ഹന്നാനേ ഹന്നാനേ ഹൊയ് 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 ഹന്നാനേ ഹൊയ് 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 ഹന്നാനേ എങ്ങുമേ ഭംഗിയിൽ മുങ്ങി വിളങ്ങി മയങ്ങി അരങ്ങളൊരുങ്ങിയ മംഗലപന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം അല്ലേ? ബാക്കി പാടാൻ അറിയാം. പൂരണപ്പാതയുടെ നടുവിൽ അതിലകമതിയുടെ മേടയിലെ പൂമുല്ലപ്പന്തലും അതിലക പുറമത് പലവിധ നിറമാലേ പൂവള്ളിക്കണ്ണേ കൊഞ്ചുന്ന അടിയടി മുടി കണ്ണഞ്ചുന്ന തോരണക്കമാനമിലാലും വൈദ്യുതി പ്രകാശമിനാലും ജിൽ 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 ഹൂവേ സിൽ 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 മിൽ 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 തോം തെത്തക തക തക തൈതോം താളം തരികിട തിണച്ചുണ സരിഗമ സരിഗമ പദനി സരിഗമ പദനി സാനിത പമകരി സനിത പമകരി സംകൃത പമകരി തിമകരി പദനി സ സ രി 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 ഗ ഗ ഗ ഗ സ സ സരി രി രി ഗ ഗ ഗ മമ്മ പപ്പ പപ്പ ച ച ച ച നിന്നി നിന്നി സ സ
സാരസംകൃതപമകരി മേളം സാന്ദ്രമധുരിമമായൊരു മേളം ഹന്നാനേ ഹന്നാനേ ഹൊയ് 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 ഹന്നാനേ ഹൊയ് 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 ഹന്നാനേ എങ്ങുമെ ഭംഗിയിൽ മുങ്ങി വിളങ്ങി മയങ്ങി അരങ്ങളൊരുങ്ങിയ മംഗലപന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാകളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്ത പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാകളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാകളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്.